നമസ്കാരം. പഴനി ക്ഷേത്രത്തെയും അവിടെയുള്ള നവപാഷാണ ദണ്ഡായുധപാണി ശിലയെയും കുറിച്ചറിയാത്ത മുരുകഭക്തർ ചുരുക്കമായിരിക്കും. എന്നാൽ ലോകത്തിൽ തന്നെ ദശപാഷാണത്തിൽ നിർമ്മിക്കപ്പെട്ട ശ്രീമുരുകന്റെ ശിലയുള്ള ഒരു ക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு കുഴന്തേ വേലപ്പർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ദിണ്ടുക്കൽ ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രമായ കൊടൈക്കനാലിനടുത്തുള്ള പൂമ്പാറ എന്ന പ്രകൃതി രമണീയമായ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശ്രീമുരുകൻ കുഴന്തേ വേലപ്പർ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി വള്ളിദേവയാനി സമേത മുരുകനാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദശപാഷാണത്തിലാണ് ശ്രീമുരുകന്റെ ശില. പ്രത്യേകിച്ചും സന്താനഭാഗ്യത്തിന് പ്രശസ്തിയുള്ള ക്ഷേത്രമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും തമിഴകത്തിന്റെ സ്വിറ്റ്സർലൻഡ്, മലകളിൽ ഇളവരശി എന്നെല്ലാം അറിയപ്പെടുന്ന കൊടൈക്കനാലിലെ ഒരു ഗ്രാമമാണ് പൂമ്പാറ. തിരുനെൽവേലി ഹൽവ, ശ്രീവില്ലിപുത്തൂർ പാൽഗോവ, മധുര മല്ലിപ്പൂ എന്നതുപോലെ പ്രസിദ്ധമാണ് ദിണ്ടുക്കൽ പൂട്ടും കൊടൈക്കനാൽ മലപ്പൂണ്ട് എന്ന ഔഷധ ഗുണമുള്ള വെളുത്തുള്ളിയും. പുരാണപ്രകാരം ജ്ഞാനപ്പഴം കിട്ടാത്തതിൽ കോപിഷ്ഠനായ ശ്രീമുരുകൻ പൊതിനിമല എന്നറിയപ്പെട്ടിരുന്ന പഴനിമലയിലേക്ക് പോകാനായി ഇതുവഴി വന്നപ്പോൾ കുഞ്ഞിനെ പിന്തുടർന്ന് പൂവരശി പൂമ്പല്ലക്കിൽ പോയ പാർവതി പരമശിവന്മാരുടെ പൂമ്പല്ലക്കിൽ നിന്നും ഒരു പൂ കീഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ വീണു. അങ്ങനെ പൂമ്പുഴ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പൂമ്പാറ എന്നായി മാറിയത്. കൂക്കൽ തടാകം, പൂമ്പാറ വ്യൂ പോയിന്റ്, പെരുമാൾ പീക്ക്, ഡോൾഫിൻ നോസ് എന്നിങ്ങനെയുള്ള കൊടൈക്കനാലിലെ പ്രസിദ്ധ വിനോദസഞ്ചാര സ്ഥലങ്ങളോടൊപ്പം ആത്മീയത ആഗ്രഹിക്കുന്നവർ വന്നു പോകുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് പൂമ്പാറ കുഴന്തേ വേലപ്പർ തിരുക്കോവിൽ. ആദ്യകാലത്ത് കോട്ടൂർ എന്ന സ്ഥലത്തായിരുന്നു ഈ കോവിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് പൂമ്പാറയിലേക്ക് മാറ്റിയത് എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ പൊതുവെ 4 നവപാഷാണ ശിലകളുള്ളതായി അനുമാനിക്കുന്നത്. പഴനി ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ പൂമ്പാറ കുഴന്തേ വേലപ്പർ കോവിലിൽ ദേവിപട്ടണത്ത് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച നവപാഷാണ നവഗ്രഹങ്ങൾ പെരിച്ചിക്കോവിലുള്ള നവപാഷാണ ഭൈരവർശില. പെരിച്ചിക്കോവിലെ നവപാഷാണ ഭൈരവർശില ബോഗർ സിദ്ധരാൽ നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷേ ആ ശിലയ്ക്ക് വീര്യം കൂടിയതിനാൽ ഭൈരവർക്ക് ചാർത്തുന്ന വടമാല ഭക്തർക്ക് പ്രസാദമായി കൊടുക്കാതെ ക്ഷേത്രം മേൽക്കൂരയ്ക്ക് മേൽ ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷികൾ ആ പ്രസാദം തൊട്ടുനോക്കാറു കൂടിയില്ല. അതേപോലെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥവും മനുഷ്യർക്ക് തൊടാനാകാത്ത വിധത്തിൽ ഒഴുക്കിക്കളയുകയാണ്. പഴനി ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ നവപാഷാണ മുരുകൻ ശില നിർമ്മിച്ച് പ്രതിഷ്ഠ ചെയ്ത 18 സിദ്ധന്മാരിൽ ഒരാളായ ബോഗർ സിദ്ധർ തന്നെയാണ് പൂമ്പാറയിലും ദശപാഷാണത്തിൽ മുരുകൻ ശില നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊടൈക്കനാലിലെ തണുപ്പിനെ ആസ്പദമാക്കിയാണ് ഒരു പാഷാണം കൂടി ചേർത്ത് ദശപാഷാണത്തിൽ അദ്ദേഹം മുരുക വിഗ്രഹം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം. പുരാണകാലങ്ങളിൽ നിബിഡ വനമായിരുന്ന പഴനിമലയ്ക്കും പൂമ്പാറ മലയ്ക്കും ഇടയിലുള്ള ആനമുട്ടി ഗുഹയിലിരുന്ന് ബോഗർ സിദ്ധർ താൻ ഗ്രഹിച്ച കലകളെ പരീക്ഷിക്കാൻ അതിനുള്ള മൂലികകൾ ശേഖരിച്ച് നവപാഷാണം എന്ന 9 ഉഗ്ര വിഷക്കൂട്ടുകൾ കൊണ്ട് 3 മുരുക വിഗ്രഹങ്ങൾ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് പഴനിമലയിൽ പ്രതിഷ്ഠിച്ചത്. ആ വിഗ്രഹം പ്രധാനമായും ദണ്ഡം എന്ന പാഷാണത്തെ മുൻനിർത്തി നിർമ്മിച്ചതിനാൽ ഭഗവാന് ദണ്ഡായുധപാണി എന്ന നാമം വന്നു. ബോഗർ സിദ്ധർ പിന്നീട് ചൈനയിലേക്ക് പോയി പഞ്ചഭൂതങ്ങളെ ഉൾക്കൊള്ളാനുള്ള സാധന സാധ്യമാക്കി വീണ്ടും ആനമുട്ടി ഗുഹയിലേക്ക് വന്ന് ബ്രഹ്മത്തെ മനസ്സിലാക്കി ആദിപരാശക്തിയുടെ അനുഗ്രഹത്തോടെ ഗുരുമൂപ്പ് എന്ന മരുന്ന് തയ്യാർ ചെയ്ത് പഞ്ചഭൂതങ്ങളുടെ ശക്തിയോടെ നിർമ്മിച്ച 2ാമത്തെ മുരുക വിഗ്രഹമാണ് പൂമ്പാറയിലുള്ള ദശപാഷാണ മുരുകൻ ശില. ബോഗർ സിദ്ധരുടെ അഭ്യർത്ഥന പ്രകാരം ശിവഭഗവാന്റെ ആശീർവാദത്തോടെ ഇവിടെ ഭൂതഗണങ്ങൾ കോവിലും മണ്ഡപവും നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്തിന്റെ അവസാനം പടിഞ്ഞാറ് തുടർച്ചിമലയിൽ വസിച്ച കാലത്ത് ഈ ഗുരുമൂപ്പ് മുരുകനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. 3ാമത്തെ നവപാഷാണ മുരുകൻ ശില പൂമ്പാറയ്ക്ക് അരികിലുള്ള വനമായ മതികെട്ടാൻചോലയിൽ ബോഗർ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ ഈ വാദത്തിന് ആധാരപൂർവമായ തെളിവുകളില്ലെങ്കിലും അതേപ്പറ്റി 1-2 ഇടങ്ങളിൽ പരാമർശമുണ്ട് താനും. ലോകത്തിലുള്ള പല അമാനുഷ്യങ്ങൾ നിറഞ്ഞ ഇടം പോലെ ഒന്നാണ് കൊടൈക്കനാൽ ഭാഗത്തുള്ള മതികെട്ടാൻചോല. ഇങ്ങോട്ട് പോകാൻ ആർക്കും അനുമതിയില്ല. ഈ ഇടത്തിൽ പോയ 12 പേർ ഇതുവരെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല എന്നതാണ് ജനങ്ങളുടെ സംസാരം. അതിന് കാരണമായി പറയുന്നത് കൊല്ലിമലയിലുള്ളതുപോലെ മതിമയക്കി എന്നൊരു മൂലിക ഇവിടെയുണ്ട്. അത് ശരീരത്തിൽ തട്ടിയാൽ ബുദ്ധിസ്വാധീനമില്ലാതായി കാട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതാവും എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ആരോഗ്യ ജീവിതത്തിനായി 2 പാഷാണശിലകൾ സമർപ്പിച്ച ബോഗർ സിദ്ധർ 3ാമത്തെ പാഷാണ മുരുകൻ ശില മതികെട്ടാൻചോലയിൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ സൂക്ഷ്മ രഹസ്യങ്ങൾ അതിൽ കാണാതിരിക്കില്ല. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന് ഇത്രയേ ആവശ്യമുള്ളൂ എന്നും വിചാരിച്ചിരിക്കാം. പഴനി മുരുകനെ ദർശിക്കുന്നത്ര എളുപ്പമല്ല പൂമ്പാറ മുരുകനെ ദർശിക്കുന്നത്. എന്നാൽ മതികെട്ടാൻചോലയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന മുരുകനെ ദർശിക്കാൻ ആരാലും സാധിക്കില്ല എന്നതാണ് ഭക്തജനഭാഷ്യം. ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ബോഗർ സിദ്ധർക്ക് സന്നിധിയുണ്ട്. അവിടെ നിന്നും മലമുകളിലേക്ക് തുരങ്കപാത ഉള്ളതായും ബോഗർ സിദ്ധർ ഇന്നും സൂക്ഷ്മരൂപത്തിൽ ശ്രീമുരുകനെ പൂജിക്കാൻ ക്ഷേത്രത്തിലെത്താറുണ്ടെന്നുമാണ് വിശ്വാസം. കൊടൈക്കനാൽ പൂമ്പാറ പോകുന്ന വഴിയിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ പഴനി ദണ്ഡായുധപാണി ക്ഷേത്രം കാണാം. പഴനിയും പൂമ്പാറയും നേർരേഖയിലിരിക്കുന്നതിനാലാണിത്.
പഴനി ക്ഷേത്രത്തിന്റെ ഉപക്കോവിൽ കൂടിയാണ് പൂമ്പാറ കുഴന്തെ വേലപ്പർ കോവിൽ. കാമരാജരുടെ ഭരണകാലത്ത് കൊടൈക്കനാൽ മലയിടുക്കുകളിൽ തങ്കം ഉള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഖനനം ചെലവേറിയതായതിനാൽ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയായിരുന്നത്രേ. ഇന്ന് അലുമിനിയം അയിരുകൾ ധാരാളമുള്ള മലയാണ് കൊടൈക്കനാൽ. യുഗങ്ങൾക്ക് മുമ്പ് ബോഗർസിദ്ധർ പ്രതിഷ്ഠിച്ച കുഴന്തെ വേലപ്പർ വിഗ്രഹം കാലപ്പോക്കിൽ മൺമറഞ്ഞുപോയി. ഒരു നാൾ പഴനിക്ക് വന്ന ചേരമന്നൻ ശരവണപ്പൊയ്കയിൽ നീരാടി ശ്രീമുരുകനെ തപസ് ചെയ്തു. ശ്രീമുരുകൻ ചേരമന്നന് വിവാഹരൂപത്തിൽ ദർശനം കൊടുത്ത് ശില എവിടെയുണ്ടെന്ന് പറഞ്ഞുകൊടുത്ത പ്രകാരം ചേരമന്നൻ തിരുമണ മണ്ഡപം കെട്ടി ശ്രീമുരുകനെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. പിന്നീടൊരു കാലത്ത് നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്ത് കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവ് വേട്ടയ്ക്കെത്തിയപ്പോൾ അദ്ദേഹത്തിന് ചില അടയാളങ്ങൾ ഭഗവാൻ കാണിച്ചതിനെ തുടർന്ന് അദ്ദേഹം നിർമ്മിച്ചതാണ് ഇപ്പോൾ കാണുന്ന കോവിലിന്റെ മൂലസ്ഥാനം എന്നാണ് പറയുന്നത്. അത് സാധൂകരിക്കും വിധം ക്ഷേത്ര ചുമരിൽ ആനയുടെ അടയാളമുണ്ട്. തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ ഒരു നാൾ ഇവിടെയുള്ള ഗുരുമൂപ്പ് മുരുകനെ കാണാനെത്തിയപ്പോൾ രാത്രിയായതിനാൽ അദ്ദേഹം ക്ഷീണം കൊണ്ട് ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ കിടന്നുറങ്ങിപ്പോയി. ആ സമയം ഒരു ബ്രഹ്മരക്ഷസ് അരുണഗിരിനാഥരെ കൊല്ലാനായി അവിടെ എത്തി. ഇത് മനസ്സിലാക്കിയ ശ്രീമുരുകൻ ഒരു കൊച്ചുകുഞ്ഞിന്റെ രൂപത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അരുണഗിരിനാഥരുടെ മേൽ കയറിയിരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. അരുണഗിരിനാഥർ കാവ്യവസ്ത്രം ധരിച്ചിരുന്നതിനാൽ ഉറങ്ങിക്കിടക്കുന്നത് ഒരു അമ്മയും കുഞ്ഞുമാണെന്ന് വിചാരിച്ച് ബ്രഹ്മരക്ഷസ് അവരെ കൊല്ലാതെ അവിടം വിട്ടുപോയി. ഉറക്കമുണർന്ന അരുണഗിരിനാഥർ ജ്ഞാനദൃഷ്ടിയാൽ ശ്രീമുരുകൻ തന്റെ ജീവൻ രക്ഷിച്ചത് മനസ്സിലാക്കി നന്ദിയോടെ ഭഗവാനെ സ്തുതിച്ച് കുഴന്തെ വേലർ എന്ന് പാടി പുകഴ്ത്തി. അന്നു മുതൽ ഇന്ന് വരെ ഭഗവാൻ കുഴന്തെ വേലപ്പർ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അരുണഗിരിനാഥർക്ക് ക്ഷേത്രത്തിൽ പ്രത്യേകം സന്നിധിയുണ്ട്. ക്ഷേത്രത്തിനെതിരിൽ നടുറോഡിൽ ഭൂതക്കല്ല് എന്ന വലിയൊരു കല്ലുണ്ട്. ഇത് പിഴുതുമാറ്റാൻ ശ്രമിച്ചവരൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായാണ് ജനസംസാരം. ഈ കല്ലിനെ കാവൽ ദൈവമായി കണക്കാക്കി 12 വർഷത്തിലൊരിക്കൽ മൃഗബലി കൊടുത്ത് പൂജ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുക്കടുക്കായുള്ള കൃഷിനിലങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്വച്ഛ മനോഹരമായ ഒരു ക്ഷേത്രമാണ് പൂമ്പാറ കുഴന്തെ വേലപ്പർ തിരുക്കോവിൽ. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറും തെക്കും വാതിലുകളുണ്ട്. തെക്ക് വാതിലിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ വലിയൊരു മുറ്റം. ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്ര മുൻവശത്തായി കൊടിമരം, ബലിപീഠം, മയിൽവാഹനം, വിനായകർ സന്നിധി. ക്ഷേത്രത്തിൽ അത്തി, പൂവരശ്, ചെമ്പകം, കുറിഞ്ഞി എന്നിങ്ങനെയുള്ള വൃക്ഷങ്ങൾ മുറ്റത്ത് തന്നെയുണ്ട്. അർദ്ധമണ്ഡപം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ സുന്ദരമായ വിമാനത്തിന് കീഴെ ശ്രീമുരുകൻ ബാലരൂപത്തിൽ രാജാലങ്കാരത്തിൽ ഏകമുഖനായി കുഴന്തെ വേലപ്പർ എന്ന നാമത്തിൽ വേലോടുകൂടി നിൽക്കുന്നു. ദശപാഷാണ ശിലയാണിത്. ബോഗർസിദ്ധർ വളരെ പ്രാഗൽഭ്യത്തോടെ ചെറിയ ചെറിയ അംശങ്ങൾ പോലും സൂക്ഷ്മതയോടെ നിർമ്മിച്ചിരിക്കുന്ന ശ്രീമുരുകന്റെ മുഖത്തിന്റെ അത്രയ്ക്കും അംശങ്ങൾ ശരീരത്തിൽ ചെതുക്കിയിട്ടില്ല എന്നതാണ് പൊതുവെയുള്ള സംസാരം. ബോഗർസിദ്ധർ ശിവപൂജ ചെയ്യുന്ന ശില്പം ക്ഷേത്ര ചുമരിൽ കാണാം. ഇവിടെയുള്ള ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹസിദ്ധി. അതിരാവിലെ ക്ഷേത്രത്തിൽ നൽകുന്ന പഞ്ചാമൃത തീർത്ഥം സന്താന തടസ്സം നീക്കും, സർവ്വരോഗ നിവാരിണി എന്നാണ് വിശ്വാസം. ഇവിടെ ഭഗവാൻ കുഞ്ഞായിരിക്കുന്നതിനാൽ എന്തു ചോദിച്ചാലും ഭഗവാൻ തരും എന്നതാണ് ഭക്തജനഭാഷ്യം. പഴനിയിലെ പോലെ രാക്കാല ചന്ദനവും ഇവിടെ പ്രസിദ്ധമാണ്. വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളിൽ കൂടി ഇവിടെ പരിഹാരം ലഭിക്കും എന്നതാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസം. ഇവിടെയുള്ള ശ്രീമുരുകൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാലുകുത്താനാവൂ എന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിൽ ബോഗർസിദ്ധർ, നടരാജർ, ദക്ഷിണാമൂർത്തി, ഭൈരവർ, ശിവസന്നിധി, ഭദ്രകാളിയമ്മൻ, ഇടുമ്പൻ, മല്ലർ സന്നിധി, നവഗ്രഹങ്ങൾ, വള്ളിദേവയാനി സമേത ഉത്സവമൂർത്തി, നാഗങ്ങൾ, അരുണഗിരിനാഥർ എന്നിവരും ഉപപ്രതിഷ്ഠകളായിട്ടുണ്ട്. ക്ഷേത്രവൃക്ഷം ചെമ്പകം. ക്ഷേത്രതീർത്ഥം പഞ്ചാമൃത തീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള ഒരു കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചൊവ്വാഴ്ചകൾ, കാർത്തിക നക്ഷത്രം, പങ്കുനി ഉത്രം, തൈപ്പൂയം എന്നിവ ക്ഷേത്രത്തിൽ വിശേഷം. പഴനിയിൽ തൈപ്പൂയ ഉത്സവം കഴിഞ്ഞ് മകൻ നക്ഷത്രത്തിൽ ഇവിടെ കൊടിയേറ്റം നടക്കുന്നു. 10 നാൾ ഉത്സവത്തിൽ 8 നാളും വിവിധ വാഹനങ്ങളിൽ ഭഗവാൻ എഴുന്നള്ളുന്നു. 8ാം നാൾ പഴനിയിൽ നിന്ന് ദണ്ഡായുധപാണി സ്വാമി എത്തി ശ്രീമുരുകന്റെ വിവാഹം നടത്തിവെക്കുന്നു. 9ാം നാൾ തേരോട്ടം. അന്നേ ദിവസം 25,000 നാളികേരം തേർചക്രത്തിൽ ഉടയ്ക്കുന്ന വൈഭവം നടക്കുന്നു. 10ാം നാൾ ദണ്ഡായുധപാണി സ്വാമിയെ പഴനിക്ക് യാത്രയാക്കുന്നതോടെ ഉത്സവം സമാപിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കൊടൈക്കനാലിൽ നിന്ന് 18 കിലോമീറ്റർ, പഴനിയിൽ നിന്ന് 84 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊടൈ റോഡ് റെയിൽവേ സ്റ്റേഷൻ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.